ഡോക്ടർ TPS. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഡോക്ടർ MGS നാരായണൻ വിടവാങ്ങിയതിൻ്റെ വാർത്ത വന്നിരിക്കുന്നു. കേരളത്തിലെ ഈ ചരിത്ര രചനയുടെയും ചരിത്ര ഗവേഷണത്തിൻ്റെയും ഒക്കെ ഒരു ദിശാമാറ്റത്തിന് സാരഥ്യം വഹിച്ച ആളാണ് MGS എന്ന് നമുക്കറിയാം. വലിയ ഒരു അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ എങ്ങനെയായാലും വലിയൊരു നഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്ത്, എത്രയോ വലിയ ഗവേഷകർ, അവർ പല ആളുകളും മാർക്സിസ്റ്റുകളായി പോയി എന്നുള്ളതല്ലാതെ ഇപ്പോൾ കേശവൻ വെളുത്താട്ട്, KN ഗണേശ്, KN കുറുപ്പ് തുടങ്ങി ഇവിടെ അറിയപ്പെടുന്ന രാജൻ ഗുരുക്കൾ, ഇങ്ങനെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ശിഷ്യന്മാരാണ്. അവരെ ഒരു എന്താ പറയുക, ഉദാരതയോടുകൂടി തന്നെ അവരെയൊക്കെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ ചേരിമാറിയിട്ടൊക്കെ ഉണ്ടാകാം ചില തരത്തിലും. ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒക്കെ അങ്ങ് കോഴിക്കോടുള്ളപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഓർക്കുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ 2005-2007 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിരുന്നു. ആ കാലത്താണ് ശരിക്കും MGSനെ അടുത്തറിയുന്നതും. അതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ. അതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം റിട്ടയർമെൻ്റ് ആയിട്ട് തിരിച്ച് നാട്ടിലെത്തുന്നത്. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ കേരളീയരുടെ ഒരു ധാരണ കേരളത്തിന് വെളിയിൽ അദ്ദേഹത്തിനൊന്നും ഒരു വലിയ പങ്കില്ലായിരുന്നു. അല്ല, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിരുന്നു. അത് ഒരു പൊസിഷൻ അല്ലല്ലോ. ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാൻ ആവുക എന്നുള്ളത്, അതിനു മുമ്പ് മെമ്പർ സെക്രട്ടറി ആവുക, ഇതൊക്കെ വേണ്ടാന്നും വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു ടെന്യൂർ കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് ചെയ്ത് വന്ന കാലത്താണ് അദ്ദേഹം ദ സിറ്റി ഓഫ് ട്രൂത്ത് എന്ന കോഴിക്കോടിനെ കുറിച്ച് എഴുതാവുന്നതിൽ എനിക്ക് തോന്നുന്നു കൊടുക്കാവുന്ന ടൈറ്റിൽ ഏറ്റവും നല്ല ടൈറ്റിലായിരിക്കും അത്. ആ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്തും അവരുടെ വായനയുടെ സമയത്തും ഒക്കെ ഞാൻ കൂടെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, അകന്നൊരു ബന്ധുവും കൂടിയാണ്. അങ്ങനെ പോകാനും കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പൊന്നാനിയിലുള്ള തറവാട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട്. നമ്മൾ ഇപ്പോൾ കേരളം പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ ഒരു പ്രമുഖ മുഖമാണ് ഹിസ്റ്ററിയുടെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിർത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ എപ്പോൾ പോയാലും മാസത്തിൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന ഫോറിനേഴ്സിൻ്റെ എണ്ണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരെയും അത്രയും അധികം ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ടാവില്ല. ചരിത്രം പഠിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് മുഖതാവിൽ സംസാരിച്ച്, എന്നാൽ അതിനൊന്നും യാതൊരു കണക്കോ അല്ലെങ്കിൽ അതിനുള്ളൊരു ക്രെഡിറ്റ് പറയാനോ ഒന്നും പോകാറില്ല അദ്ദേഹം. ആ വയ്യാത്ത സമയത്ത് പോലും എനിക്ക് തോന്നുന്നു കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായി, യാത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും പയ്യന്നൂർ കോളേജിൽ, ഞാൻ പഠിച്ച കോളേജിലേക്ക് ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രോഗ്രാമുകളായാൽ പോലും ജനങ്ങളിൽ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവുകൾ എത്താൻ സാധിക്കുമോ അത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ളവർക്കും അവനവൻ്റെ നാട്ടുകാർക്കും ഒക്കെ നല്ലപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു മനുഷ്യനാണ്. നല്ല ഒരു മനസ്സിൻ്റെ ഉടമ, ആർക്കും ചെന്നെത്താൻ പറ്റുന്ന. അല്ലെങ്കിൽ സാധാരണ അത്ര എളുപ്പമല്ല. നമ്മളിപ്പം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിലൊക്കെ ചെയർമാനെയൊക്കെ നമ്മൾ പോയി കാണുന്നത്, ഞാൻ ഇടപെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവരെയൊക്കെ കാണുന്നത് നമ്മൾ കാണാറുണ്ട്. അത്ര എളുപ്പമൊന്നും അവരൊന്നും എത്തിപ്പെടാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല. ആ പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ത്യയുടെ ഒരു റിസർച്ച് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നിട്ട് റിട്ടയർ ആയതിനു ശേഷം വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. കാരണം അവർ ആ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് മറ്റു പല സംഭവങ്ങളിലും ഇടപെട്ട് ലോകത്തിലൊക്കെ ചുറ്റിയടിക്കാൻ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ സാധാരണ എൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ളത്. ഇപ്പം എനിക്ക് ഭട്ട് സാറിനെ അറിയാം. അദ്ദേഹം ഫിലോസഫിക്കൽ റിസർച്ചിനായിരുന്നു. അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം 20 വർഷത്തോളം അതിൻ്റെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇതൊന്നുമില്ല. വളരെ സാത്വികനായിട്ടുള്ള, വളരെ ആ സംസാരത്തിൻ്റെ ഭാഷ തന്നെ കേൾക്കുമ്പോൾ വളരെ സ്വതന്ത്ര ബുദ്ധിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അങ്ങ് പറഞ്ഞതുപോലെ അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ഗുരുക്കളായാലും ഗണേശനായാലും ഒക്കെ ഇവരൊക്കെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം MG യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞങ്ങൾ പരിചയപ്പെടുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമാണ് അദ്ദേഹത്തെ പോലെ വളരാൻ. ഇപ്പം MGSന് പാരലായിട്ട് അവരുടെ ശിഷ്യന്മാരിൽ വളരാൻ പറ്റിയ സാഹചര്യവും പഠിക്കാനും ഒക്കെ ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ എന്താണെന്നുള്ളത്, ഇദ്ദേഹം ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തോ അടച്ചിടാനൊന്നും പറ്റില്ലായിരുന്നു. ആദ്യകാലത്തൊക്കെ അദ്ദേഹം
ഈ മാർക്സിസത്തിൻ്റെ കൂടെയൊക്കെ നിന്നതാണ്. മാർക്സിസ്റ്റ് ചരിത്രകാരൻ എന്നുള്ള നിലയ്ക്കും ഈ റോമില്ല താപ്പറേക്ക പോലുള്ളവരെയൊക്കെ ആരാധിച്ച് നടക്കുന്നവരുടെയൊക്കെ ആ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് ഈ ആ മാർക്സിസം ലോക നന്മയ്ക്ക് പ്രത്യേകിച്ചൊരു സംഭാവനയും നൽകിയിട്ടില്ല, അത് ഇപ്പോൾ അപ്രസക്തമാണ് എന്നുള്ള നിലയ്ക്ക് ആ ചേരിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുകയും അദ്ദേഹം വളർത്തിയെടുത്ത ശിഷ്യന്മാരെ അതിൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് ഈ ശ്രീധരമേനോൻ, ഇതിന് മുമ്പത്തെ തലമുറയിലേക്ക് ഈ തിളങ്ങുന്ന വ്യക്തിത്വം എന്നൊക്കെ പറയാവുന്ന ശ്രീധരമേനോൻ ഈ പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരമേ അല്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്ന, അതൊരു വിവാദമായ സമയത്ത് MGS എതിർച്ചയാ തിരുവനന്തപുരത്ത് വന്നിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അന്ന് ആ ഒരു കോൺട്രവേഴ്സിയെ പറ്റി ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? കാരണം അദ്ദേഹത്തിന് ഒരു ഇടതുപക്ഷ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ശ്രീധരമേനോൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമരമല്ല എന്നുള്ള ഇതിലാണ്. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ കഴിയുന്ന ഒരാളാണ്, പക്ഷെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയില്ല. കൂടുതൽ പ്രസംഗിച്ചും പഠിപ്പിച്ചും ഒക്കെ ആണ് പോയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഈ അവസാനത്തെ പെരുമാൾ എന്ന് പറഞ്ഞ സംഗതി പൊളിച്ചെഴുതി എന്നുള്ളതാണ്. ഈ ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞൊരു വ്യാജ കഥാപാത്രമുണ്ടല്ലോ, മക്കത്ത് പോയി മറ്റേ ഇസ്ലാമിൽ ചേർന്നു എന്നൊക്കെ പറയുന്ന കള്ളക്കഥ. ഇങ്ങനെ ഈ 10 കള്ളക്കഥകൾ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട, അതൊരു വാർഷിക പതിപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ മനോരമയിലൊരു ആശയം ഉണ്ടായി, അദ്ദേഹം ചെറുതായിട്ട് എഴുതി, പിന്നെ അത് പുസ്തകമായിട്ട് കുറച്ചുകൂടി വലുതാക്കിയതാണത്. പക്ഷെ അതൊരു വലിയ സംഭാവനയാണ്. ഇതുപോലത്തെ കള്ളക്കഥകളൊക്കെ പൊളിച്ചിരിക്കുകയാണ് കേരളത്തിലെ. അല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ PhD തീസിസും പെരുമാൾ ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ ആ കാലത്ത് എഴുതിയതിൽ നിന്ന് കുറേ മാറ്റങ്ങളും കുറേ പുതിയ അറിവുകളും ഒക്കെ പഠിച്ചു വരുന്ന ഈ ഹിസ്റ്റോറിയൻസ് സാധാരണ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അവരൊരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഹിസ്റ്ററി മാറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല, ഗവേഷകനും കൂടിയാണല്ലോ. അപ്പോൾ കുറേ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു അറിവ്, അത് ഭാരതത്തെ അല്ലെങ്കിൽ കേരളത്തെ ഓരോ ആൾക്കാരും എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിന് നല്ലപോലെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഗുണമാണ്. കാരണം ആരുമായിട്ടും ഡിസ്കസ് ചെയ്യാം. പലരുടെയും ഈ പ്രൊഫസർമാരുടെയൊക്കെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അവർ വൺ വേ ട്രാഫിക്കിൽ ഡയലോഗുകളാണ്, അവരെവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുള്ളത് മാത്രമേ പഠിക്കുള്ളൂ. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും പറഞ്ഞിട്ടുള്ളത് ലോക ചരിത്രങ്ങളൊന്നും യുദ്ധം ചെയ്തവരുടേതോ അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ളവരുടേതോ അല്ല, സാധാരണക്കാരുടേതാണ് യഥാർത്ഥമായിട്ടുള്ള ചരിത്രം എന്നിടക്കിടക്കേ പറയുമായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ പലരുടെയും ധാരണ അത് പറയുമ്പോൾ ഒരു മാർക്സിസത്തിൻ്റെ ഒരു സിംബോളിസമാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഈ ചരിത്രം ഏതോ ഒരു മഹാൻ്റെ ക്രേസി ഐഡിയയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ മോണിമെൻറ്റ്സ്. അവർ ആ ഒരു സമയത്ത് തോന്നിയിട്ടുള്ള അതിൻ്റെ ഒരു വലിയൊരു ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്തരം കുറേ സംഭവങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും ഉള്ളത് നേരിൽ കണ്ടിട്ടുള്ളൊരു വ്യക്തിയല്ലേ. അപ്പോൾ അതിൽ സഫർ ചെയ്തിട്ടുള്ള കുറേ പേരോടൊരു സഹതാപം തോന്നിയതുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനാണെന്ന് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അതേ സംഭാവന തന്നെയാണ് ഓരോ മനുഷ്യനും അവൻ്റെ ഏതോ ഒരു മഹാൻ്റെ ചിന്തകളിൽ നിന്ന് മാത്രമല്ലേ ബാക്കിയുള്ള ചിലർക്ക് അവരുടേതായ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അവരുടെ കഴിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മനുഷ്യന് സാധിച്ചു എന്ന് പഠിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ ഭാരതത്തിൻ്റെ ചരിത്രവും ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും ഒക്കെ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത കോണുകളിലൂടെ നോക്കിക്കാണാനും ഒരു പ്രാവശ്യം നമ്മൾ അത് ആൾക്കാരെ തടഞ്ഞു നിർത്തുന്ന, അവരുടെ താഴെ നിൽക്കുന്ന ആൾക്കാരെ പണിയെടുപ്പിക്കാൻ മാത്രം ചെയ്തിട്ടുള്ള ചിന്തകളാണെന്ന് തോന്നുന്ന അതേ വ്യക്തിക്ക് മറ്റൊരു കണ്ണിലൂടെ നോക്കുമ്പോൾ അത് വലിയൊരു സംഭാവനയാണെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാറ്റം MGSൽ വളരെ വ്യക്തമായിട്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് പറയുമ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം ആലോചിക്കുക ശരിയാണോ എന്നൊക്കെ, അല്ലാതെ പറയുന്നതിൽ ഉറച്ചു നിൽക്കുമല്ലോ. ഉദാഹരണത്തിന് ഈ മാപ്പിള ലഹള 1921 അത് നമ്മളൊക്കെ ശരിക്കും കാണുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു മതാന്ധതയിൽ നിന്ന് ഉരുവപ്പെടുന്നൊരു സംഗതിയായിട്ടാണ് നമ്മളൊക്കെ അത് പഠിക്കുമ്പോൾ തോന്നുന്നത്. പക്ഷെ അതിന് ഈ മാർക്സിസ്റ്റ് വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ വന്നിട്ട് അത് മറ്റേ ജന്മിമാർക്കെതിരായ മറ്റേ പ്രോലിറ്റേറിയറ്റിൻ്റെ സമരമാണ്, കർഷക സമരമാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതികളും ഒക്കെ ഉണ്ട്. ഇതിൽ രണ്ടിലും പെടാതെ ഈ മതാന്ധത മാത്രം അങ്ങനെ അല്ലാത്ത ഒരു രീതിയിൽ
രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ് MGS നിലകൊണ്ടത്. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ശരിയാണ്, അങ്ങനെയും ഒരു വശമുണ്ട് എന്ന് പറയാൻ, പ്രത്യേകിച്ച് ഈ കോഴിക്കോട് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് നിങ്ങൾ ഇവരെയൊക്കെ പേടിച്ചിട്ടാണോ ഇങ്ങനൊരു നിലപാടെടുക്കുന്നത്, ചില സമയത്ത് മാപ്പിളമാർക്ക് അനുകൂലമായിട്ടൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അംഗീകരിക്കുമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു കയ്യാളായിട്ട് നിൽക്കുന്ന കുറേ പണിക്കാരെ അങ്ങനെ നോക്കി കാണാം. പക്ഷേ ഏതെങ്കിലും ഒരു മാസ്റ്റർ അങ്ങനെ ഒരു പണി കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് അയാളുടെ കലാവിരുത് കാണിക്കാൻ പറ്റിയതെന്ന് കാണിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു തോന്നലുണ്ടായത് കൊണ്ട് അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഹയർ ലെവലിൽ മാത്രമല്ല, സാധാരണ ജനങ്ങളിൽ സംസാരിക്കും. ഇതിന് ബാക്കി ലോകങ്ങൾ എങ്ങനെ നോക്കിക്കാണുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ലോക്കലായിട്ടുള്ളവർക്കല്ലേ മതവും രാഷ്ട്രീയവും ഒക്കെ ഉള്ളൂ. യഥാർത്ഥ പഠിതാക്കൾ, ലോകത്തിൻ്റെ പല ഭാഗത്തും വരുന്ന ഹിസ്റ്റോറിയൻസ് കേരളത്തെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും പഠിക്കാൻ വരുമ്പോൾ അവർ ഈ പൊളിറ്റിക്കലി ബ്ലൈൻഡ് അല്ല. അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് അതിനെ അതോറിറ്റേറ്റീവായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് കുറേ ചിന്തകളിൽ എല്ലാ ദിവസവും മാറി മാറി വരുന്ന ചിന്തകളുള്ളൊരു ഹിസ്റ്റോറിയൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇവിടുത്തെ ചരിത്രകാരന്മാരെ കാണുമ്പോൾ ഇവിടുത്തെ ചരിത്രകാരന്മാരിൽ മാത്രമാണ്, നമ്മളിപ്പോൾ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ, നമുക്ക് വേറൊരാൾ നമ്മളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടുത്തെ ചരിത്രകാരന്മാർക്ക് വലിയ നിർബന്ധമാണ്, അവർക്ക് മാത്രമേ അതിൻ്റെ മെത്തഡോളജി അറിയാവൂ, അവർ ആ ചരിത്രം പഠിച്ചവർ MA MPhil PhD അവർ മാത്രമേ ചരിത്രം എഴുതാവൂ. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ ഒരു ചരിത്രകാരന്മാർക്ക് നിർബന്ധമുണ്ട്. ഇതൊന്നും MGSന് ഉണ്ടായിരുന്നില്ല. ആരുമായിട്ടും എന്തും ഷെയർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും കേൾക്കാനും പറയാനും അവർ ഈ ഒരു മുഖമാണ്. അത് മനുഷ്യൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡിവിജ്വലി ഡിസ്കഷൻസിന് ചെലവഴിക്കുന്ന ആ സമയം എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രഭാഷണങ്ങളോ ഒക്കെ നടത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും. ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചരിത്രകാരന്മാർ വേറെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് വിപുലമായിരുന്നു. കവിതയൊക്കെ എഴുതിയാണ് തുടങ്ങിയത്, അല്ലേ? പൊളിറ്റിക്കലി ആക്റ്റീവായിരുന്നു. അധ്യാപകൻ ആയ ശേഷം അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ മകളെയാണ് വിവാഹം ചെയ്തത് ഒക്കെ. അപ്പോൾ ഒരുപാട് വായനയും വേറൊരുപാട് കാര്യങ്ങളിൽ, ചരിത്രം നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണമല്ലോ, എന്നാലല്ലേ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവനയായിട്ട് അങ്ങ് കാണുന്നത് എന്തായിരിക്കും? അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ആ കാലത്തൊക്കെ ഇപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കാലത്ത് പഠിച്ചിട്ടുള്ള ആ ഒരു ട്രഡീഷൻ 1932 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ 47 വരുന്നത് 15 വയസ്സ്. ആ സമയത്ത് ഭാരതത്തിൻ്റെ ഒരു ചരിത്രവും ഭാരതത്തിൻ്റെ ഒരു സംഭവവും ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനും അതിൽ നിന്ന് മാറിയിട്ട് ലോക ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യയെക്കുറിച്ച് പഠിക്കുക. ആ സമയത്ത് പഠിക്കുന്നവർ കൃത്യമായിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രമല്ലല്ലോ പഠിച്ചത്, ലോകത്തിൻ്റെ ചരിത്രമാണ്. അതിൽ നിന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അഗാധമായി പോയിട്ട് സ്വന്തം നാടിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കാൻ, അത് പഠിച്ചിട്ടൊരു പുസ്തകം എഴുതുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു PhD എഴുതുക, അത് വലിയൊരു മാറ്റമായിരുന്നു ആ കാലത്ത്. ഇപ്പം ഞാനിപ്പോൾ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരുടെയൊക്കെ എല്ലാവരും ചെയ്യുന്ന റിസർച്ച്, ഇപ്പം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് ഫണ്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റഷ്യൻ ഫിലോസഫേഴ്സിൻ്റെ റിസർച്ചാണ് ഇന്ത്യയിൽ നടക്കുന്നത്. MGS അങ്ങനെയല്ലല്ലോ ചെയ്തത്. അവനവൻ്റെ നാടിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ളത് കോഴിക്കോടിനെ കുറിച്ച്. അതെ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ഈ ക്രിസ്റ്റോഫ് ജാഫർ ലോട്ട് എന്നൊക്കെ പറഞ്ഞ ചില ആളുകളൊക്കെ ഉണ്ട് ഈ രാഹുൽ ഗാന്ധിക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഈ രാഹുൽ ഗാന്ധി അബദ്ധം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ MGSന്റെ ഒരു വലിയ സംഭാവനയായിട്ട് ഞാൻ കാണുന്നത്, ഈ കള്ളങ്ങൾ പൊളിച്ചടുക്കി സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു, സ്വതന്ത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് മാത്രമല്ലാതെ ഈ മാർക്സിസത്തിൻ്റെ ലോകത്തിലൊരു തുരുത്തായി കിടക്കുന്ന ഈ പ്രദേശത്ത് ആ അരാജക തത്വചിന്തയെ വലിയ തോതിൽ അദ്ദേഹം പ്രതിരോധിച്ചു എന്നുള്ളതും കൂടിയാണ്. പരിഹസിക്കേണ്ടത് പരിഹസിക്കുകയും പുകഴ്ത്തേണ്ടത് പുകഴ്ത്തുകയും, എവിടെയൊക്കെ ഇടയ്ക്കൊരു നോട്ടം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു തോന്നലുകളെ വെളിപ്പെടുത്തേണ്ട വിധത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്യാതെ പോയിട്ടില്ല. അതെ, ആ സമയത്തൊക്കെ തീക്ഷ്ണമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അദ്ദേഹം അതുകൊണ്ട് വിമർശകനായിട്ടുള്ള ഹിസ്റ്റോറിയൻ എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഹിസ്റ്ററി പറയാന്നുള്ള ആ ഒരു ഡോക്യുമെന്റേഷൻ അല്ല, അതിനെ വിമർശനാത്മക ബുദ്ധിയോടുകൂടി എങ്ങനെ ഒരു ചരിത്രം പഠിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വലിയൊരു മഹാനാണ് നമ്മളെ വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ദുഃഖം രേഖപ്പെടുത്തണം.
എനിക്ക് പേഴ്സണലി പോയി കാണാനും സംസാരിക്കാനും വീട്ടിൻ്റെ പടിയിലിരുന്നൊക്കെ സംസാരിക്കാനും കൂടെ ചായ കുടിക്കാനൊക്കെ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇപ്പം ന്യൂസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ പറഞ്ഞു പോയതാണ്. നമ്മൾ നല്ലൊരു കുറേ പഠനങ്ങൾ MGSനെ കുറിച്ചും MGSൻ്റെ കൂടെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചും എനിക്കൊന്ന് വലിയൊരു സമ്പാദ്യം, പുസ്തകങ്ങളുടെ ശേഖരം തന്നെ MGSൻ്റെ വീട്ടിലുണ്ടാവും. വളരെ അപൂർവമായിട്ട് ഞാൻ പ്രസംഗിക്കാനൊക്കെ പോവുള്ളൂ. അങ്ങയുടെ നാടായ കണ്ണൂരിൽ MGS നാരായണനും അദ്ദേഹത്തിൻ്റെ ബന്ധു M ഗംഗാധരനും ഞാനും പ്രസംഗിക്കുന്നൊരു സെഷനിൽ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അങ്ങനെയും ഓർക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.